148 സങ്കീർത്തന വാക്യ പ്രതിവാചകമായി വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പീൻ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. തിമിംഗലങ്ങളുമെല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ചേർന്ന് വായിക്കാം. തന്നോട് അടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ. വിശുദ്ധ കരം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവസ്ഥലിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ചേർത്ത ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും, ദൈവദാസന്മാർക്കും ജനത്തിനും ആമീൻ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം 148 സങ്കീർത്തനം ഇന്ന് ദൈവം നമുക്ക് നൽകി തന്നു. ഈ വേദവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ സങ്കീർത്തന ഭാഗത്തെ 2 ഭാഗമായിട്ട് വിഭജിച്ച് പഠിക്കുന്ന സമയത്ത് 1 മുതൽ അതിൻ്റെ 6 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്ന സമയത്ത് അത് സ്വർഗത്തിലുള്ള ആകാശത്തുള്ള സകലതും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം 7 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ ആകാശത്തിന് കീഴെയുള്ള സകലതും ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ, ആമേൻ. നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്, ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്ക് അല്പസമയം മാത്രമേ നമ്മുടെ ഈ കൂടിവരവിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കണമെന്നാണ് ദൈവം ആമേൻ ദൈവദിനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ സ്തുതി മുൻപിൽ പുറപ്പെടണം, അല്ലേ? യഹൂദ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ മുൻപിൽ യഹൂദയാണ്, യഹൂദ ഗോത്രമാണ് മുൻപിൽ പുറപ്പെടുന്നത്. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ നാം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തുതിക്ക് യോഗ്യനായ ദൈവം, ആമേൻ, സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവം ആമേൻ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. അവൻ സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ്. ആമേൻ സ്തുതിക്ക് യോഗ്യനാണ്. ആമേൻ സ്തുതിക്കാൻ യോഗ്യതയുള്ളത് നമ്മുടെ ദൈവത്തിന് ആമേൻ ദൈവം മാത്രമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് നമുക്ക് ലഭിച്ചത്. നോക്കുക, ആകാശത്തിലുള്ളത് ആമേൻ പ്രപഞ്ചത്തിലുള്ളത് സകലതും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം ഇങ്ങനെയാണ്, ദൈവത്തെ അനുസരിക്കുക എന്നാണ്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തെ ആരൊക്കെയാണ് സ്തുതിക്കുന്നത്? ഇവിടെ നോക്കിയേ, ആമേൻ വചനം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ യഹോവയെ സ്തുതിപ്പീൻ, അതിൻ്റെ ആദ്യത്തെ വചനവും സ്തുതിപ്പീൻ എന്നാണ്, അത് അവസാനിക്കുന്നതും യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ സങ്കീർത്തനങ്ങൾ ആമേൻ ദാവീദിൻ്റെ ഒരു സങ്കീർത്തന സ്തുതി പരമ്പര തന്നെയാണ്. ഇതിനകത്ത് ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ, സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പീൻ. ആരാ സ്വർഗത്തിൽ യഹോവയെ സ്തുതിക്കുന്നത്? നമുക്കെല്ലാം അറിയാം, ഏഞ്ചൽസാണ്, ദൂതന്മാരാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ദൂതന്മാർ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ രാപ്പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിരവധി ദൂതന്മാരുണ്ട് സ്വർഗത്തിൽ. അവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ദൂതന്മാർ മാത്രമാണോ ദൈവത്തെ സ്തുതിക്കുന്നത്? ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇപ്പോൾ ആമേൻ ഇവിടെ ആയിരിക്കുന്ന സമയത്തും ആമേൻ സകല സൃഷ്ടികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ? അത് എത്രയോ കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി. അത് ദൈവത്തെ അനുസരിക്കുകയാണ്. പ്രപഞ്ചം
ആമേൻ ദൈവം സൃഷ്ടിച്ച് അതെല്ലാം ദൈവത്തെ അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നക്ഷത്രങ്ങൾ, പ്രകാശമുള്ള നക്ഷത്രങ്ങൾ, സൂര്യന്, ചന്ദ്രന്, സകല പ്രപഞ്ചങ്ങൾ, ഗോളങ്ങൾ, ഗാലക്സി, ആമേൻ മിൽക്കി, ആമേൻ ഇവയെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നു. ഇനി മറുഭാഗത്ത് ഭൂമിയിൽ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ആമേൻ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം ആരൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നത്. പർവ്വതങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, കുന്നുകൾ ദൈവത്തെ സ്തുതിക്കുന്നു, ആമേൻ പക്ഷികൾ ദൈവത്തെ സ്തുതിക്കുന്നു, പർവ്വജാതികൾ, ഇടജന്തുക്കൾ ദൈവത്തെ സ്തുതിക്കുന്നു. താഴോട്ട് വായിക്കുമ്പോൾ മൃഗങ്ങൾ, കന്നുകാലികൾ ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ താഴോട്ട് വായിക്കുമ്പോൾ ബാലന്മാരും, വായിച്ച ആ ഭാഗം, യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതിന് മുകളിലൊരു വേദഭാഗമുണ്ട്. ആമേൻ. നമുക്ക് ഒതുക്കുവാൻ കഴിയാത്തത്, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതായ ചില കാര്യങ്ങളുണ്ട്. അതാണ് ആമേൻ ദൈവത്തിലെടുത്ത് ധ്യാനിക്കുന്നത്. ആമേൻ. തീയും, ദൈവത്തിന് സ്തോത്രം, കൽമഴയും ഹിമവും ആവിയും. ഒന്നുകൂടെ കേട്ടെ. തീയും കൽമഴയും ഹിമവും ആവിയും. അടുത്തൊരു ഭാഗം, അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും. ദൈവത്തിന് സ്തോത്രം. ഇവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ എവിടെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? നമുക്കറിയാം, ചന്ദ്രക്ക് ബേശക്ക് അഭേന്ദ്രഹോം. ആമേൻ. തീയുടെ മധ്യേ ആമേൻ കിടന്നപ്പോൾ അവർ വെന്തുപോയോ? ഇല്ല. അവിടെ ആമേൻ നാലാമതായ ഒരാൾ അവിടെ ഇറങ്ങി വന്നു. ആ തീയുടെ ബലത്തെ കെടുത്തിക്കളഞ്ഞു. ആമേൻ. തീ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീ ദൈവത്തെ അനുസരിച്ചു. തീയുടെ ശക്തി അവിടെ നഷ്ടപ്പെട്ടു. ആമേൻ. കൽമഴ ദൈവത്തെ അനുസരിക്കാറുണ്ട്. ദുഷ്ടന്മാരുടെ മേൽ കൽമഴ പെയ്തതായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഹിമം ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ആവി ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. അടുത്തത് അവരെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ്. മനുഷ്യൻ നിരവധി പേരുകളിൽ, ഓമനപ്പേരിൽ ആമേൻ കൊടുങ്കാറ്റിനെ വിശേഷിപ്പിക്കാറുണ്ട്, ഇല്ലേ? ഒരുപാട് പേരുകളിൽ അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ ചില കൊടുങ്കാറ്റുകൾ വീശി പല സ്ഥലത്തെയും അതിൻ്റെ രൂപവും അതിൻ്റെ ഭംഗിയും മാറ്റി കളഞ്ഞിട്ടുണ്ട്. ആമേൻ. ദൈവത്തെ അനുസരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിനെ പഠിക്കുകയാണെങ്കിൽ ആമേൻ നമുക്ക് യോനയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നാൽ, ആമേൻ യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ, യോന 1:4, ആമേൻ, യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടുപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റടുപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. വചനം കിട്ടിയോ? യോന യഹോവ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ്, 4-ാം വാക്യം, അടുപ്പിച്ചു. യെസ്. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. അപ്പോൾ സമുദ്രത്തിൽ ദൈവം ഒരു വലിയ കാറ്റടുപ്പിച്ചു. അപ്പോൾ ഈ കാറ്റിൻ്റെ ഉത്ഭവം എവിടുന്നാ? ആമേൻ. ദൈവത്തിൽ നിന്നാണ്. കാറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ 4 കാറ്റ് പൊതുവേ ഉണ്ടെന്നാണ് ദൈവത്തിനെ പഠിപ്പിക്കുന്നത്. 4 കാറ്റ് പൊതുവേ ഉണ്ട്. ആമേൻ. കിഴക്ക് നിന്ന് വരുന്ന കാറ്റുണ്ട്, പടിഞ്ഞാറ് നിന്ന് വരുന്ന കാറ്റുണ്ട്, വടക്ക് ഭാഗത്തു നിന്ന് വരുന്ന കാറ്റുണ്ട്, അതിനുശേഷം തെക്കു ഭാഗത്തു നിന്ന് വരുന്ന കാറ്റുണ്ട്. വടതിക്കാറ്റ്, തെക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്. ബൈബിൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പല സന്ദർഭങ്ങളിലും ഈ കാറ്റുകൾ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാറുണ്ട്. ദൈവത്തിൻ്റെ ഇങ്ങനൊരു ഭാഗമുണ്ട്: കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അപ്പം കാറ്റിനെ തൻ്റെ ദൂതനാക്കിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാറ്റിൻ്റെ ചിറകിൻ്റെ മുകളിൽ, കാറ്റിൻ്റെ ചിറകെന്ന് പറയുന്നുണ്ട് ദൈവവചനത്തിനകത്ത്. കാറ്റ് വരുന്നത് എവിടെ നിന്നൊന്നും അറിയുന്നില്ല, അതിൻ്റെ പാത ഒരു മനുഷ്യനും അറിയത്തില്ല. എന്നാൽ കാറ്റ് തൻ്റെ ജനത്തിന് അനുകൂലമാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലെ അനുകൂലമാക്കി മാറ്റും ദൈവം. ദൈവത്തിനകത്ത് ദൈവം പഠിക്കുകയാണെങ്കിൽ നോക്കുക, ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ കടന്ന് അപ്പുറത്ത് പോകണം. ഒരു വലിയ കാറ്റടിച്ച് സമുദ്രത്തെ ദൈവം 2ആയി വിഭജിച്ച് ജനം അക്കരയ്ക്ക് കടന്നു. നോക്കുക, തന്നെ ജനത്തിനു വേണ്ടി
ആമേൻ. ദൈവം പാത ഒരുക്കിയത് കാറ്റിനെയും കൊണ്ടാണ്. ഇസ്രായേൽ മക്കൾക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ദൈവം ചെയ്തത് എന്താണ്? ഒരു വലിയ കാറ്റടുപ്പിച്ച് ആമേൻ അവർക്ക് ആവശ്യമായ കാടപ്പക്ഷികളെ ഒരുക്കി കൊടുത്തായിട്ട് ദൈവം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കാറ്റ് യോന ദൈവത്തെ അനുസരിക്കാതെ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ നേരത്തെ വായിച്ച വാക്യം 1:4 നമ്മൾ വായിച്ചില്ലേ? ആ വലിയ കാറ്റ് അനുസരിക്കാതെ പോയ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാതെ പോകുമ്പോൾ ദൈവം ചെയ്യുന്നത് എന്താണ്? ഒരു കാറ്റ് അടുപ്പിച്ച് അനുസരണമുള്ളവനാക്കി മനുഷ്യനെ മാറ്റും. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മുടെ യാത്രയിൽ അപ്രതീക്ഷിതമായിട്ട് ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഇന്ന് പലരും നിരാശയോട് ഇതിനകത്തിരിപ്പുണ്ട്, ഭാരത്തോടിരിപ്പുണ്ട്, വേദനയോടിരിപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെല്ലാം ചിന്തിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇതൊരു പ്രതികൂലത്തിൻ്റെ കാറ്റ് അല്ല. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വിഷമത്തിൻ്റെ കാറ്റല്ല. ഈ കാറ്റ് ഒരു യഥാർത്ഥ സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടി ഉള്ള കാറ്റാണ്. ഈ കാറ്റ് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാറ്റാണ്. ദൈവം സമുദ്രത്തിൽ അടിച്ച കാറ്റ് യോനയെ ലക്ഷ്യസ്ഥാനത്തെത്തിപ്പാൻ ദൈവത്തിന് കൃപ തോന്നി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഈ കൊടുങ്കാറ്റ് യോനയെ ലക്ഷ്യസ്ഥലത്ത് എത്തിച്ചു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാറ്റ്. പക്ഷിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കാക്ക ഏലിയാവിനെ പോഷിപ്പിച്ചപ്പോൾ ആ കാക്ക ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ഏലിയാവിന് ആഹാരം കൊടുത്തു. ഒരു പുഴു ദൈവത്തിൻ്റെ വചനം എങ്ങനെ അനുസരിക്കുന്നത്? ഈ യോന തന്നെ നല്ലൊരു സ്ഥലമെന്ന് കണ്ടെത്തിയ ഒരു സ്ഥലമായി ആവണക്കെന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ തണലിൽ ദൈവം പറഞ്ഞു, ഓനെ അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് പോയി കുത്തി ആവണക്കിനെ ഉണക്കിക്കളയാൻ പറഞ്ഞു. ഈ പുഴു ദൈവത്തെ അനുസരിച്ചില്ലേ? അനുസരിച്ചു. ആവണക്കിനെ കുത്തി അതിനെ ഉണക്കിക്കളഞ്ഞു. ആ കംഫോർട്ട് സോണിൽ നിന്ന് മാറ്റി എങ്ങോട്ട്? ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി. ചില സ്ഥലങ്ങൾ കംഫോർട്ട് സോണായിട്ട് നിങ്ങൾക്ക് തോന്നാം. അവിടെ നിന്ന് ഇളക്കുന്നത് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയാണ്. ഇത്രയും ബലം പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നവർ എനിക്ക് ഫീൽ ചെയ്യുന്നു. കൂളായിക്കാട്ടെ. കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങളെ ഇളക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി അവൻ നമ്മെ ശീലിപ്പിക്കുന്നു. ചില ഇളക്കങ്ങൾ സംഭവിക്കുന്നത്, ചില പ്രയാസങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളെ ശീലിപ്പിക്കുന്നതാണ് ദൈവം യഥാർത്ഥ സ്ഥലത്തെത്തിക്കുവാൻ വേണ്ടി. അവരുടെ വചനം അനുസരിച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരു സഹോദരനെയോ ഒരു സഹോദരിയോ ഇളക്കി വിടുന്നത്, സ്തോത്രം. നമ്മുടെ ബോസുമാരെ ഇളക്കി വിടുന്നത്, നമ്മുടെ മാനേജറെ ഇളക്കി വിടുന്നത്, നമ്മുടെ കീഴെ ജോലി ചെയ്യുന്നവരെ ഇളക്കി വിടുന്നത്, സ്തോത്രം, ആ സോണിൽ നിന്ന് ചലിക്കാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് ചലിച്ച് യഥാർത്ഥ സ്ഥലത്തെത്തിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. തൻ്റെ മക്കളെക്കുറിച്ച് കരുതുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ കരുതിയിട്ടാണ് നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ആയിരിക്കുന്ന സ്ഥലത്ത് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന സകല ദൂതന്മാരും സ്തോത്രം നമുക്ക് കാവലായിട്ടുണ്ട്. സ്തോത്രം. ദൂതന്മാർ നമുക്ക് കാവലായിട്ടുണ്ട്. അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന തീയെ, അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന സകലതും നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നമുക്ക് പ്രതികൂലത്തെ, നമ്മുടെ പ്രതികൂലത്തെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന കാറ്റ്, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന സകലതും നമ്മളെ യഥാസ്ഥാനപ്പെടുത്താനും യഥാർത്ഥ സ്ഥലത്ത് നമ്മൾ എത്തിക്കുവാനും വേണ്ടിയാണ്. അപ്രകാരം ഒരു യഥാർത്ഥ സ്ഥലത്തേക്ക്, യഥാർത്ഥ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ച് ദൈവത്തിൻ്റെ വൻ പ്രവൃത്തി നമ്മളിലൂടെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഈ വചനത്താൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവം സന്നിധിക്കുന്നു. ദൈവം നമ്മെ